ശക്തിയോടെ സമൂഹത്തോട് ചേർന്ന് മാതാവിനോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, മഹത്വം, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളിലെ മനുഷ്യനെ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ അതിനെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യാനുള്ള പഠന മുറകളാണ് ഉടമ്പടിയിലുള്ളത്. വൈദ്യം ശാസ്ത്രമാകുമ്പോൾ ഓരോരോ രോഗത്തിന് ഓരോരോ മരുന്നുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന വിധങ്ങളും ഡോസേജുകളും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്.
അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഓരോരോ വിഷയത്തിനും ഓരോരോ പരിഹാര മാർഗങ്ങളാണ്. ഈ പരിഹാര മാർഗങ്ങൾ അതിൽ തന്നെ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഉടമ്പടിയിൽ വരുന്ന ഒരു വീക്ക് പോയിന്റ്, എല്ലാത്തിനും അതിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ടാവും, വീക്ക്നെസ്സും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പേഴ്സണൽ അസസ്മെൻ്റ് നടത്തും, വ്യക്തിപരമായൊരു വിലയിരുത്തൽ, ഈ വിഷയം അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ അസസ് ചെയ്യും. നമുക്ക് അതിനുള്ള പവർ എന്താണ്, എവിടെയാണ് നമുക്ക്. ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യം തന്നെ ശരി പറയും, അച്ഛാ എനിക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ പറയണത് എനിക്ക് കേൾക്കാൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഹിയറിങ്ങിന് ഞാൻ പോവും. ഞാൻ റൈറ്റിങ്ങിന് ഓക്കെയാണ്. അതുപോലെ തന്നെ IELTSൻ്റെ സ്പീക്കിങ്ങിന് ഞാൻ ഓക്കെയാണ്, റീഡിങ്ങിന് ഞാൻ ഓക്കെയാണ്. പക്ഷേ അവരുടെ ഫോണറ്റിക്സ് എനിക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് റീഡിങ്ങിന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അതാണ് നമ്മുടെ വീക്ക്നെസ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയണത് നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നതെല്ലാം നമ്മുടെ സ്ട്രെങ്താണ്. ഉടമ്പടിയിലും ഇതുപോലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മൾ സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കും. ഒരു ഉടമ്പടി മിനിമം പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഓർക്കും, ഇത്രയും കൊച്ചു പ്രാർത്ഥനയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് ഈ വലിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാണെന്ന് നിങ്ങൾ ഓർക്കും. ആ പ്രാർത്ഥനയുടെ ഡോസേജ് അതിൽ 20% ഉള്ളത്. ബാക്കി 30% കാരുണ്യ പ്രവൃത്തികളാണ്. 50% ഇവാഞ്ചലൈസേഷനാണ്, സുവിശേഷ വിശ്വാസ കൈമാറ്റം. എപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിതിനെ മുഴുവനൊരു പ്രാർത്ഥനയാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. 80% പ്രാർത്ഥനയാക്കും. കാര്യം നമ്മൾ പരിചയിച്ചത് അതാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ ഫോർമാറ്റ് നേരെ ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്ന പോലെ ചൊല്ലുകയല്ല നമ്മൾ ചെയ്യണത്, അവൻ പറയുന്ന പോലെ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം അതൊരു ഫോർമുലയാണ്. മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക. അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചനം സുവിശേഷം വായിക്കുന്നതാണ്. പക്ഷെ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാമല്ലോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒത്തിരിയേറെ സൈറ്റുകളുണ്ട്. പക്ഷെ ചിലതിന് നമ്മൾ പേയ്മെൻ്റാണ്, പൈസ കൊടുത്താൽ മാത്രമേ ഫർദറായിട്ട്. ഇപ്പം നമുക്ക് ഒരു എസ്സേ, ഇപ്പം ChatGPT ഒക്കെ നമുക്ക് ഒരു എസ്സേ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ചില പുസ്തകങ്ങളുടെ ആന്തരിക കണ്ടൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം, പൈസ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം വചനത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. വചനം വായിക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓരോ വചനത്തിനും പാസ്വേഡുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോബിൻ പി ജോസ്. ഞാൻ കോട്ടയം ജില്ലയിലെ അരുവിത്ര നിന്നാണ് വരുന്നത്. ഞാൻ 2020 കോവിഡിന് മുമ്പ് ഒന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഉടമ്പടി എടുത്തതിന് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു. എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളാണ് ഏഞ്ചലിൻ്റെ കല്യാണത്തിൻ്റെയാണ് ഞാൻ വെച്ചിരുന്നത്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ കല്യാണം നടക്കുകയുണ്ടായി.
അതിനുശേഷം ഞാൻ 2022 ഉടമ്പടി പുതുക്കിയ സമയത്ത് തന്നെയാണ്, അതിന് ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ മകൾ ട്രീസയുടെ ഒരു അഡ്മിഷൻ്റെ കാര്യം വരുന്നത്. അഡ്മിഷൻ BSc നേഴ്സിംഗ് ചേരണമെന്നുള്ളതായിരുന്നു അവൾക്ക് താല്പര്യം. ഞങ്ങൾ BSc നേഴ്സിങ്ങിന് ജനറൽ സീറ്റിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലും എല്ലാം ഞങ്ങൾ ആപ്ലിക്കേഷൻ എല്ലായിടത്തും കൊടുത്തു, കേരളത്തിൽ മൊത്തം കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഒരുവിധം മാർക്കുള്ളതുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. മെറിറ്റ് ഉണ്ടല്ലോ എന്ന് കരുതിയായിരുന്നു ഇരുന്നത്. പക്ഷേ ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഞങ്ങൾ നോക്കി, ഒരു അലോട്ട്മെൻറ്റിലും ഇല്ല. അവസാനം 4 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, അലോട്ട്മെൻ്റ് എല്ലാം തീർന്നു എന്നുള്ളത് വന്നു. ഞങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിന് വെളിയിലോ ഒന്നും നോക്കിയിട്ടുമില്ല. അപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. ഏതായാലും ആ വർഷം കിട്ടുകയില്ല എന്ന് തന്നെ ഞങ്ങൾ കരുതി. പുറത്തോട്ട് നോക്കാനുള്ള സമയം കഴിഞ്ഞു. പുറത്ത് ചേരുന്ന പിള്ളേരും പോയി ചേർന്നു. എല്ലാ കോളേജിലും ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഒരു 11 മണിയായപ്പോൾ മോളുടെ മൊബൈലിലൊരു മെസ്സേജ് വരികയാണ്, നാളെ ഒരു സ്പോട്ട് അഡ്മിഷനുണ്ട്. സത്യത്തിൽ ഇവൾ അങ്ങനെ മെസ്സേജ് നോക്കുന്നതേ അല്ല. 11 മണിയായപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കുന്നു. അന്നപ്പോൾ കാണുന്നു ഇവൾ വേറൊരു കോഴ്സിന് അപ്പോൾ യൂണിവേഴ്സിറ്റി ചേർന്നായിരുന്നു. വേറൊരു കോഴ്സിന് ചേർന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം യൂണിവേഴ്സിറ്റിയിലായി പോവുകയും ചെയ്തു. ഉടനെ ഞാൻ കോളേജിൽ പോയി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതെല്ലാം വാങ്ങിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് എനിക്ക് അവിടെ എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 4:45. അപ്പോൾ എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. 4:45 5 മണിയായപ്പോൾ ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു വന്നു. സാധാരണ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ല. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണത്. സർട്ടിഫിക്കറ്റൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ പോയി 10 മണിക്ക് സ്പോട്ട് അഡ്മിഷന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അവിടെ ചെന്നപ്പോഴും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരു 100ഓളം പേര്, 100ന് മേലെ ആൾക്കാർ സ്പോട്ട് അഡ്മിഷനുണ്ട്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ഫസ്റ്റ് ചോയ്സ് വെച്ചിരുന്ന ഒരു പ്രശസ്തമായ ഒരു കോളേജുണ്ട്. ആ കോളേജിൻ്റെ ഒരു സീറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് കിട്ടുകയില്ലെന്ന് തന്നെ ഞങ്ങൾ കരുതി. ഓരോ കോളേജായിട്ട് വിളിച്ചു വരിക, ഓരോ റാങ്കായിട്ട് വിളിച്ച് വന്നു കഴിഞ്ഞപ്പം അവസാനം ഈ കോളേജിൻ്റെ സീറ്റ് മാത്രം ആരും ഓപ്റ്റ് ചെയ്യുന്നില്ല. ഒരു 10-12ഓളം പേരെ വിളിച്ചു. ഈ 12 പേര് വിളിച്ചതെല്ലാം വേറെ കോളേജുകളാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ചെന്നു, ഈ കോളേജിൻ്റെ സീറ്റ് പറഞ്ഞു. അവിടെ ഒരു കുട്ടി അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം മാറിപ്പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീറ്റ് വന്നത്. അത് മാതാവ് ഞങ്ങൾക്കായിട്ട് മാറ്റിയിട്ട സീറ്റാണ്. മാതാവ് കൃത്യം ആ സീറ്റ് വന്നു. അവിടെ സ്പോട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു. ഒറ്റ സീറ്റേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഏത് കോളേജിൻ്റെ ആണോ ഫസ്റ്റ് ചോയ്സ് വെച്ചത് അവിടെ തന്നെ മാതാവ് ഞങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ ചാൻസാണ് അവിടെ മാതാവ് അഡ്മിഷൻ തന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് ഞങ്ങളിവിടെ വന്ന് നന്ദി പറഞ്ഞായിരുന്നു. പക്ഷെ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഉടമ്പടി ഒരിച്ചിരി മുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അച്ഛൻ രാവിലെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മരുഭൂമി അനുഭവം ഉണ്ടാകുമെന്ന് അച്ഛൻ രാവിലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു. അതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ കാലിൻ്റെ തുടയിൽ ഒരു ചെറിയ കുരു പോലെ വരിക. അത് വന്നു, അതിങ്ങനെ വലുതായതിനു ശേഷം അതിങ്ങനെ വീർത്തിങ്ങനെ കുമള വന്ന് പൊട്ടുകയാണ്. അത് പൊട്ടി വലിയ കാര്യമാക്കിയില്ല. അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഓപ്പോസിറ്റ് കാലിൽ അതുപോലെ തന്നെ ആ സ്ഥലത്ത് തന്നെ അതും പൊട്ടുന്നു. അതിങ്ങനെ മാറി വരുന്നു. ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ മാറി വരുന്നു. നമുക്ക് വലിയൊരു അസ്വസ്ഥതയാണ്. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ട്, ഭയങ്കര വേദനയും. അപ്പം ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു. അവർ കുറേ ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. അതുകൊണ്ട് മാറ്റം വന്നില്ല. അങ്ങനെ 2, 3, 4 ഡോക്ടർമാരെ കാണിച്ചു. പ്രശസ്തമായ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. എന്നിട്ടും മാറ്റം വരുന്നില്ല. ശരിക്കും 2 മാസമായതേ ഉള്ളൂ. എന്നാലും എൻ്റെ അസ്വസ്ഥത കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. മെഡിക്കൽ കോളേജിൽ സ്കിന്നിൻ്റെ സെക്ഷനിൽ ചെന്ന് കാണിച്ച് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരൊരു ടെസ്റ്റൊക്കെ ചെയ്തു.
അവർക്ക് അത് നോക്കിയിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല. അവരപ്പോൾ എന്നോട് പറഞ്ഞ അടുത്ത് ബയോപ്സിയാണ്, ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇന്ന ദിവസം വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. എന്നാലും ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്. ബയോപ്സിക്ക് പോകുന്നതിന് പകരം ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് 2 തവണ പുതുക്കിയതിനേക്കാളും എനിക്ക് ഈ ഉടമ്പടി ക്ലാസ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന പോലെ എനിക്ക് തോന്നി. നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കയറി ഉടമ്പടി പുതുക്കുന്നു, ദൈവത്തിൻ്റെ മുന്നിൽ ഉടമ്പടി പുതുക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ശരിക്കും എനിക്ക് എൻ്റെ ഉള്ളിലത് കൊണ്ടു. അതുപോലെ ഉടമ്പടി പുതുക്കി. അതുപോലെ എനിക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായി. അത് കഴിഞ്ഞപ്പം ഞാൻ അവിടെ ക്യൂവിൽ നിന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം തന്നെ അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അച്ഛന് സൈത്ത് പൂശുവാൻ തന്നു, അതുപോലെ കാശുരൂപം തന്നു. അപ്പോൾ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായി, എനിക്ക് വേറൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അച്ഛൻ പ്രാർത്ഥിച്ചതല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി ഞാൻ വളരെ വിശ്വാസത്തോടെ തന്നെ വീട്ടിലേക്ക് പോയി. ഞാൻ തൈലം പുരട്ടാൻ തുടങ്ങി. അതിനുശേഷം അത്ഭുതം എന്ന് പറയട്ടെ, സ്വിച്ച് ഇട്ട പോലെ എനിക്ക് പ്രശ്നം മാറി. അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതേവരെ. ഇന്നിപ്പോൾ ഒരു 12 ദിവസത്തോളമായി. അല്ലെങ്കിൽ എനിക്കൊരു 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വരിക പോവുക, അതായിരുന്നു എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ 2ാമത് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി കാണിച്ചു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനി വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട, ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ടുണ്ട്, ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. അപ്പം മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ ഇതേപോലെയുള്ള അനുഭവങ്ങളുണ്ടായെങ്കിൽ, ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ചെറുതും വലുതായിട്ടുണ്ടായി. എന്നാലും എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന വിശ്വാസിയൊക്കെ ആയിരുന്നു. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. ഇട ദിവസങ്ങളിൽ പള്ളിയിൽ പോകാനൊക്കെ മടിയായിരുന്നു. പോകാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ജോലിയിലാണ്, അപ്പോൾ പോകാൻ സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും 365 ദിവസവും ഞാൻ പോവും. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളും. അത് രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകിട്ടായാലും ഞാൻ എവിടെയെങ്കിലും പോയി കാണും. അതുപോലെ കുമ്പസാരിക്കുന്ന, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാന കൈക്കൊള്ളുന്നുണ്ട്. കുർബാന കൈക്കൊള്ളാതെയോ അന്ന് കുർബാനയിൽ പങ്കെടുക്കാതെയോ ഇരുന്നാൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നിയത് അതാണ്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ബൈബിൾ വായനയുണ്ട്. അതുപോലെ മറ്റ് കാരുണ്യപ്രവർത്തികൾ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു. എന്നാലും ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് കൂടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് അറിയാനും കുറച്ചുകൂടെ നല്ല രീതിയിൽ സഹായിക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് പത്രം കൊടുക്കാൻ ഈ ആദ്യം ഉടമ്പടി എടുത്തപ്പോഴൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ അതെന്നാൽ മാറി. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ തവണ ഞാൻ ഉടമ്പടി മുടങ്ങിയവന് എനിക്ക് 3 കെട്ട് പത്രമൊക്കെ തന്നു. അത് ഞാനിപ്പോൾ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ വഴി കാണുന്നവർക്ക് കൊടുക്കുകയല്ല, ഞാൻ കൂടുതലും ഹോസ്പിറ്റലിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യമായിട്ട് അവർ നോക്കുന്നുണ്ട്, അവർ അത് വായിക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ വഴിയിൽ നിന്ന് കൊടുത്താൽ അവരത് മേടിച്ച് വെറുതെ കൊണ്ടുപോവുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം കൂടെ എനിക്ക് ദൈവം തന്നു. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ ബൈബിൾ വായിച്ച് ഒരു സന്ദേശത്തിന് വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈശോ 72 ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെയും സുവിശേഷ വേലയ്ക്കായിട്ട് ഈശോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദൗത്യം കൂടെയുണ്ട്, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യം കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനിനി അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കും. കൂടുതലും ഞാൻ ഈ സാക്ഷ്യം ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ളവരോട് പറയണം. എൻ്റെ വീട്ടിൽ പോലും എൻ്റെ ഏറ്റവും അടുത്തവർക്ക് മാത്രമേ എനിക്ക് ഈ പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സാക്ഷ്യം പറഞ്ഞതിന് ശേഷം എല്ലാവരും അറിയണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവത്തിന് നന്ദി, ഒരുപാട് നന്ദി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഈശോയ്ക്കും കൃപാസന പ്രസാദവര മാതാവിനും 1000 നന്ദി. ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഷേർലി ജോസഫ്. ഇതെൻ്റെ ഹസ്ബൻഡ് വിക്ടർ ലോറൻസ്. ഞങ്ങളുടെ മകൾ
അമല ബ്ലെസ്സി. മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ഒന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഒരു അരിമ്പാറയുണ്ടായിരുന്നു. ആ അരിമ്പാറ വലുതാവുകയും കഴുത്തിൻ്റെ തൊണ്ണക്കുഴിയിൽ തന്നെ അതൊരു മുറിവായി മാറുകയും ചെയ്തു. മരുന്ന് വാങ്ങിച്ചിട്ടൊന്നും ശരിയാകാതെ ഇരുന്നിട്ടും ഞാൻ പരിശുദ്ധമായി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ മുറിവ് ഉണങ്ങുകയും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. രണ്ടാമതായി ഞങ്ങൾക്ക് ഒരു ഭവനം വിൽക്കാനുണ്ടായിരുന്നു, ഒരു വീടും സ്ഥലവും വിൽക്കുവാനുണ്ടായിരുന്നു. 2-3 വർഷമായി അത് വിൽക്കാൻ പറ്റാതെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സ്ഥലത്ത് കൊണ്ടുപോയി പരിശുദ്ധമായ വിശുദ്ധ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും കൊണ്ട് ഒരു ഇടത്തിൽ ഇടുകയും അതിൻ്റെ ഫലമായി അത് നല്ല വിലയ്ക്ക് വിൽക്കുവാൻ സാധിക്കുകയും അതിലും കൂടുതലായി ഞങ്ങൾ നിയോഗത്തിൽ വയ്ക്കാതെ തന്നെ മാതാവ് ഞങ്ങൾക്ക് മനോഹരമായ പുതിയൊരു ഭവനം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. മൂന്നാമതായി ഇതെൻ്റെ മകൾ അമല ബ്ലെസ്സി. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ 2022 അവൾ ഫൈനൽ ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് അവൾക്ക് ഫൈനൽ ഇയർ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ അവൾ പരീക്ഷയിൽ അരിയറൊന്നുമില്ലാതെ നല്ലപടിയായി പാസ്സാകുവാണെങ്കിൽ മാതാവിൻ്റെ സന്നിധിയിൽ അവളോടൊപ്പം വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഡിസ്റ്റിങ്ഷനോടുകൂടി അവൾ പാസ്സാകുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവൾക്ക് മലയാളം വ്യക്തമായി അറിയത്തില്ല. എന്നാലും ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥാപനത്തിൽ OET പഠിക്കുവാനായിട്ട് ചേർത്തു. അപ്പോഴും ഞാൻ നിയോഗം വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ഭാഷ അറിയത്തില്ലാത്ത സ്ഥലത്താണ് എൻ്റെ മകൾ പഠിക്കുന്നത്. ഒത്തിരി കാലം കടത്താതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ OET നല്ല സ്കോറോടെ പാസ്സാവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് എല്ലാത്തിനും നല്ല സ്കോറോടെ അവൾ OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. അതില്ലാതെ അവളുടെ പേപ്പർ വർക്കിന് വേണ്ടി ഞങ്ങൾ കൊടുത്തിരുന്നു. ഓരോ പേപ്പറും കുറേ 2-3 മാസങ്ങൾ ലേറ്റായി കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഓരോ പ്രോസസ്സിങ്ങിന് കോൺട്രാക്റ്റ് കൊടുക്കുമ്പോഴും 2 മാസം ആകും. അപ്പോൾ ഇത്രയും താമസിക്കുമ്പോൾ വിഷമിച്ചിരുന്നിട്ട് ഞാൻ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ആ ഫോട്ടോയുടെ പുറത്ത് ഞാനൊരു ഡേറ്റ് ഇട്ട്, അമ്മേ നിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് എനിക്കൊരു സമ്മാനമായിട്ട് ഒരു അവളോട് കോൺട്രാക്റ്റ് മെയിലായിട്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 വന്നപ്പോൾ അന്ന് ഉച്ചയായപ്പോൾ തന്നെ അവൾക്കുള്ള കോൺട്രാക്റ്റ് സൈനായി വന്നു. അതിന് മാതാവിന് നന്ദി. അതുപോലെ അവളുടെ പെർമിറ്റിന് വേണ്ടിയും ഇതുപോലെ തന്നെ അമ്മ മാതാവേ നിൻ്റെ ജന്മദിന സമ്മാനമായിട്ട് അവളുടെ പെർമിറ്റ് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 8 തന്നെ അവളുടെ പെർമിറ്റും തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അവളുടെ എല്ലാ പേപ്പർ വർക്കുകളും ഭംഗിയായി നിർവഹിക്കാൻ മാതാവ് കൂടെ തുണയായി നിന്ന് അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം കൊടുക്കുവാൻ പോകും. ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ പത്രം കൊടുക്കുവാനായിട്ട് കൊണ്ടുപോകും. എൻ്റെ ഭർത്താവും മകളും എൻ്റെ കൂടെ തുണയായിട്ട് പത്രം കൊടുക്കുവാൻ വരും. അതുപോലെ കുടുംബ ജപമാല 2022 മുതൽ ഇതുവരെയും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി ഞാനാണ് എടുത്തിരുന്നത്. 2022 പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഇവർ 2 പേരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചെല്ലാൻ എൻ്റെ കൂടെ കൂടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അനുഗ്രഹത്തിൻ്റെ പെരുമഴയായിരുന്നു. മാതാവ് ചോദിക്കുന്നതും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാതാവ് നടത്തി തരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളവിടെ മദർ തെരേസയുടെ ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ പോവുകയും അവിടുത്തെ വല്യമ്മച്ചിമാർക്ക് ഡ്രസ്സ്, ഭക്ഷണം, അങ്ങനെ പല സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ കുഞ്ഞു പിള്ളേരുള്ളിടത്ത് അവർക്കും ആഹാര സാധനങ്ങൾ, ഡ്രസ്സ്, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട്. ആരെങ്കിലും ഭക്ഷണമോ ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കഴിയുന്നത് പോലെ സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയുമുള്ള ജീവിതം മാതാവിൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മാതാവ് പല വിധത്തിൽ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് തുണയായിരുന്നു ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഈശോയ്ക്കും കൃപാസന പ്രസാദപര മാതാവിനും 1000 നന്ദി.